നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ പാകിസ്ഥാനിലെ 9 ഭീകര പരിശീലന കേന്ദ്രങ്ങളാണ് തകർന്നടിഞ്ഞത്. 25 മിനിറ്റ് കൊണ്ട് 24 ആക്രമണങ്ങളായിരുന്നു ഇന്ത്യ നടത്തിയത്. ഇന്ത്യ തേടുന്ന കൊടും ഭീകരൻ മസൂദ് അസറിന്റെ 10 ബന്ധുക്കളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതോടെ മസൂദ് അസറിന്റെ പേര് വീണ്ടും ചർച്ചയിൽ നിറയുകയാണ്. ആരാണ് മസൂദ് അസർ? എന്താണ് കാണ്ഡഹാർ വിമാനറാഞ്ചല? ഇന്ത്യക്കു നേരെ നിരന്തരം ഭീകരാക്രമണം അഴിച്ചുവിട്ട ജെയ്ഷെ മുഹമ്മദുമായി അസറിന്റെ ബന്ധം എന്താണ്? ഒസാമ ബിൻ ലാദന്റെ ഉറ്റ തോഴനായി അസർ മാറിയതെങ്ങനെ? പാക് ചാര സംഘടനയായ ISIയുടെ കണ്ണിലുണ്ണിയായ അസർ ഇപ്പോൾ എവിടെ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉയരുന്നത്. പാകിസ്ഥാനിലെ ബഹവൽപൂർ സ്വദേശിയാണ് മസൂദ് അസർ. അൽ ഖായിദ ബന്ധമുള്ള ഹർക്കത്തുൽ മുജാഹിദിന്റെ നേതാവായാണ് തുടക്കം. 80കളിൽ അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് അധിനിവേശത്തിനെതിരെ യുദ്ധം ചെയ്യാൻ രൂപീകരിച്ച ഹർക്കത്തുൽ ജിഹാദുൽ ഇസ്ലാമിയിൽ നിന്നാണ് ഹർക്കത്തുൽ മുജാഹിദീൻ രൂപമെടുത്തത്. ആദ്യ പേര് ഹർക്കത്തുൽ അൻസാർ എന്നായിരുന്നു. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾക്കിടെ അഫ്ഗാനിലെ താലിബാൻ നേതൃത്വവുമായും മസൂദ് അസർ അടുത്ത ബന്ധം സ്ഥാപിച്ചു. കശ്മീരിനെ പാകിസ്ഥാനോട് ചേർക്കുക എന്ന ലക്ഷ്യവുമായി മസൂദ് അസർ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപിച്ചു. സംഘടനയുടെ രൂപീകരണത്തിന് താലിബാൻ നേതൃത്വവും ഒസാമ ബിൻ ലാദനും സഹായിച്ചു. 6 വർഷം സൗദി അറേബ്യയിൽ താമസിക്കുകയും പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് കടക്കുകയും ചെയ്ത അസർ ലണ്ടനിൽ നിന്ന് ബംഗ്ലാദേശ് വഴിയാണ് ഇന്ത്യയിലെത്തിയത്. പോർച്ചുഗീസ് പാസ്പോർട്ടിലെ പേര് വാലി ആദം ഈസ എന്നായിരുന്നു. ഡൽഹിയിൽ അശോക ഹോട്ടലിലും ജൻപത് ഹോട്ടലിലും ഇതേ പേരിൽ താമസിക്കുകയും ചെയ്തു. ജമ്മു കശ്മീരിൽ ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനായി എത്തിയ മസൂദ് അസർ ദക്ഷിണ കശ്മീരിലെ അനന്ത്നാഗിൽ നിന്ന് 1994 ഫെബ്രുവരിയിലാണ് അറസ്റ്റിലായത്. 5 വർഷം ജമ്മുവിലെ കോട്ട്ബൽവാൽ ജയിലിലായിരുന്നു അസറിനെ പാർപ്പിച്ചത്. ജയിലിൽ 10 മാസം പിന്നിട്ടപ്പോൾ മസൂദിന്റെ അനുയായിയായി ഒമർ ഷെയ്ഖ് ഡൽഹിയിൽ നിന്ന് ഏതാനും വിദേശികളെ തട്ടിക്കൊണ്ടുപോയി. എന്നാൽ ബന്ദികളെ രക്ഷിച്ച പോലീസ് ഷെയ്ഖിനെ പിടികൂടി ജയിലിലടച്ചു. 1999 ജയിലിൽ നിന്നൊരു തുരങ്കം നിർമ്മിച്ച് രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും മസൂദിന് അമിതവണ്ണവും കുടവയറും കാരണം തുരങ്കത്തിലൂടെ കടക്കാൻ കഴിഞ്ഞില്ല. 1999 150-ലേറെ യാത്രക്കാർ ഉണ്ടായിരുന്ന കാഠ്മണ്ഡു ഡൽഹി ഇന്ത്യൻ എയർലൈൻസ് വിമാനം തട്ടിയെടുത്ത് കാണ്ഡഹാറിലേക്ക് ഇറക്കിയ പാക് ഭീകരൻ യാത്രക്കാരെ ബന്ദികളാക്കി. ഇന്ത്യൻ ജയിലിലുള്ള മസൂദ് അസർ, ഉമർ ഷെയ്ഖ്, മുഷ്താഖ് അഹമ്മദ് എന്നിവരെ മോചിപ്പിക്കണമെന്നായിരുന്നു ആവശ്യം. അന്നത്തെ വാജ്പേയി സർക്കാർ വഴങ്ങി. വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗ് 3 ഭീകരരെയും കൊണ്ട് കാണ്ഡഹാറിലെത്തി ഭീകരരെ കൈമാറി ബന്ദികളെ മോചിപ്പിച്ചു. ഇന്ത്യൻ ജയിലിൽ നിന്ന് മസൂദ് മോചിതനായ ദിവസം ഒസാമ ബിൻ ലാദൻ വിരുന്ന് നടത്തിയാണ് ആഘോഷിച്ചത്. അഫ്ഗാനിലെ തോറ ബോറ മലനിരകളിലെ ഒളിത്താവളത്തിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കടക്കാൻ ലാദനെ സഹായിച്ചത് ജെയ്ഷെ മുഹമ്മദ് ആണ്. തുടർന്ന് പാകിസ്ഥാനിലെ അബട്ടാബാദിലെ ഒളിത്താവളത്തിൽ 10 വർഷത്തോളം കഴിഞ്ഞ ലാദനെ US കമാൻഡോകൾ 2011 മെയ് 2-നാണ് വധിച്ചത്. തുടർന്ന് പാകിസ്ഥാനിലെ അബട്ടാബാദിലെ ഒളിത്താവളത്തിൽ 10 വർഷത്തോളം കഴിഞ്ഞ ലാദനെ US കമാൻഡോകൾ 2011 മെയ് 2-നാണ് വധിച്ചത്. മസൂദ് അസറിന്റെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യൻ UN രക്ഷാസമിതിയിൽ കൊണ്ടുവന്ന 3 പ്രമേയങ്ങളും ചൈന തള്ളിയിരുന്നു. ഇതിനിടെ പലവട്ടം UK-യിലും ചില വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളും സന്ദർശിച്ചു. മസൂദ് ബ്രിട്ടനിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത ഭീകരിൽ ഒരാളാണ് ഉമർ ഷെയ്ഖ്. ഇന്ത്യയിൽ അറസ്റ്റിലായ ഇയാളെ കണ്ഡഹാർ വിമാനറാഞ്ചൽ വേളയിൽ മസൂദിനൊപ്പം മോചിപ്പിക്കേണ്ടി വന്നു. പാകിസ്ഥാൻ ചാര സംഘടനയായ ISIയുടെ മാനസപുത്രനാണ് ഈ മസൂദ് അസർ. 2 ദശകത്തിനിടെ കശ്മീരിൽ നടന്ന ഒട്ടേറെ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ ജെയ്ഷെയുടെ കരങ്ങളുണ്ട്. 2001 മുതൽ ജെയ്ഷെ മുഹമ്മദ് UN ഭീകര പട്ടികയിലുണ്ടെങ്കിലും മസൂദ് അസറിനെ കരിം പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ഇന്ത്യയുടെ നീക്കം ഇതുവരെ വിജയിച്ചിട്ടില്ല. ഇതിനിടെ പാക് സർക്കാർ മസൂദ് അസറിനെ അറസ്റ്റ് ചെയ്യുകയും സംഘടനയെ നിരോധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ലാഹോർ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയതിനെ തുടർന്ന് 1 വർഷത്തിനു ശേഷം അസർ മോചിതനായി. അൽ ഖായിദയ്ക്കും താലിബാനും സഹായം നൽകുന്നുവെന്നതായിരുന്നു US അസറിനെതിരെ പറഞ്ഞ പരാതി.